ഹലോ ഗായ്സ്, നമ്മുടെ പുതിയ സർവൈവൽ സീരീസിലേക്ക് സ്വാഗതം. ഇപ്പോൾ നിങ്ങളെല്ലാവരും ചോദിക്കുന്നുണ്ടാവും എൻ്റെ പഴയ 1 ബ്ലോക്കിൻ്റെ സീരീസ് എവിടെ പോയിന്ന്. ഇഷാ വേൾഡ് ഡിലീറ്റായിപ്പോയി. എങ്ങനെ എന്നോട് ചോദിക്കണ്ട, അത് ഡിലീറ്റായിപ്പോയി. കഷ്ടപ്പെട്ട് ഓഫ് ക്യാമറയിൽ ഡ്രാഗനെ കൊല്ലാൻ വേണ്ടി എല്ലാം സെറ്റാക്കി ഒരു ഷെൽക്കർ ബോക്സിൽ വെച്ച് കുറേ ബ്ലോക്കെല്ലാം എടുത്ത് മറ്റേ പോർട്ടൽ ഓണാക്കി ഞാൻ നിന്നിട്ട് ഞാൻ കുറേ കാലം സ്കൂളൊക്കെ തുറന്നുകൊണ്ട് ഞാൻ വേൾഡ് തൊട്ടിട്ട് പോലും ഇല്ല. എൻ്റെ നോക്കുമ്പോൾ ആ വേൾഡ് ഡിലീറ്റായി പോയി. ഇതിൽ എൻ്റെ തെറ്റ് വല്ലതുണ്ടോ? എൻ്റെ തെറ്റൊന്നുമില്ല. ഇപ്പം ഞാൻ ഈ കളിക്കുന്നത് പുതിയ ഒരു ഗെയിമിലാണ്. ഇതിപ്പോൾ മൈൻക്രാഫ്റ്റ് 1.20 സംതിങ്ങിലാണ്. പിന്നെ ഈ ഗെയിമിലൊരു പ്രത്യേകത ഉണ്ട്, എൻ്റെ കണ്ണ് ബ്ലിങ്ക് ചെയ്യും. ആദ്യം നമുക്ക് ഈ പൊസിഷൻ മാറ്റാം, എന്നിട്ട് നമുക്ക് കളി സ്റ്റാർട്ട് ചെയ്യാം. ഇതൊരു പുതിയ വേൾഡാണ്. നമുക്ക് വീഡിയോ സെറ്റിങ്സ് പോയി ഫസ്റ്റ് പൊസിഷൻ. ഈ കയ്യിൽ ഓറഞ്ച് ഉള്ളത് നമുക്ക് ആദ്യം ഒന്ന് ഇവിടെ ചെറുങ്ങനെ എക്സ്പ്ലോർ ചെയ്താൽ നമുക്ക് സ്പോൺ എവിടെയോ ആണ് ഉണ്ടായിരുന്നത്. ഇവിടെ ഒന്നും അധികം അവിടെ ഒരു ചെറിയ ബ്ലോസം ഉണ്ട്. ഇവിടെ ഒരു വലിയ കുണ്ടുമുണ്ട്. എൻ്റെ കാല് ഫസ്റ്റേ ഒടിഞ്ഞിപ്പോൾ കളി തീരുന്നത് തോന്നുന്നു. അവിടേക്ക് പോകാം. അത് ഇത് വുഡാണ്. ചെറിയ ബ്ലോസത്തെ വുഡ് തന്നെ. കുറേ കാലം ഈ ബയോമൊക്കെ കണ്ടിട്ട്. അത് നല്ല ഭയം. നമുക്ക് ഇവിടെ തന്നെ ബേസൊക്കെ കിട്ടാം. ഈ ഭയം വഴി ബേസൊക്കെ കിട്ടാൻ ഒരുപാട് എളുപ്പമാണ്. അതിൻ്റെ അപ്പുറത്ത് തന്നെ മറ്റേ സ്നോ ഭയമാണ്. ഇഷ്ടമാണെന്ന് മനസ്സിലാവും. ചത്ത് ഇപ്പച്ചോ ഇപ്പച്ചാവും. ഇപ്പൊ ചത്തേനെ. ഉറപ്പേനി ചാവും. സ്നോ പൊട്ട ആ സ്നോ ബ്ലോക്ക് പൊട്ടിച്ചാൽ ഞാൻ രക്ഷപ്പെടാം. നൈറ്റ് ആവുന്ന എനിക്കൊരു ബെഡ് പോലും ഞാൻ ഇതുവരെ ആക്കിയിട്ടില്ല. ഫസ്റ്റ് സ്നോ വീണ് ചാവാൻ പോയി. ആദ്യം ഈ വുഡ് വെട്ടാം. സോംബിയുടെ സൗണ്ടൊക്കെ കേൾക്കുന്നത് ചത്ത് ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു ഷീപ്പിനെ കിട്ടുമോ? ക്രീപ്പർ ഒക്കെ ഇങ്ങനെ ഓടിക്കൊണ്ട് നടക്കാം. അപ്പോൾ സ്കെൽറ്റനെ ഒന്നും അമ്പ് ചെയ്യാൻ കഴിയില്ല. ചപ്പത്തുനിന്ന് നായി വറക്കുന്നു. ഇത് കാണാൻ കുറച്ച് റെയറല്ലേ. ചത്ത് ആദ്യത്തെ മരണം. ഇതാണ് എൻ്റെ സ്പോൺ പോയിന്റ്. അതാ ഇവിടെ നിന്ന് തന്നെ കാണാൻ കഴിയുന്നുണ്ട് നമുക്ക് ചെറിയ ബ്ലോസം. ഈ നൈറ്റ് എനിക്ക് ഇഷ്ടമല്ല. നമുക്ക് നൈറ്റിൽ സർവൈവ് ചെയ്യണമെങ്കിൽ നൈറ്റിൽ ഉറങ്ങാണ്ട് കളിക്കാം. നമുക്ക് ഞാനവിടെ ഒരു വോൾഫിനെ കണ്ടു. ഞാൻ ഒരു സ്കെൽറ്റനെ തല്ലിക്കൊന്ന് അതിനെ എയിം ചെയ്താൽ കുറച്ചും കൂടെ പ്രൊട്ടക്ഷൻ കിട്ടിയില്ലേ. ഞാൻ ഇങ്ങോട്ട് പോകുന്നില്ല, ഡേഞ്ചർ അവിടെ. നമുക്ക് ആദ്യം തൊട്ട് ഈ വുഡൊക്കെ വെട്ടി കുറേ പ്ലാങ്ക് ആക്കി
മേലോട്ട് പോയി നിൽക്കണോ അല്ലെങ്കിൽ വേണ്ട ഗൈസ്, വെറുതെ എന്തിനിങ്ങനെ പേടിച്ച് നിൽക്കുന്നത്? പേടിക്കും നമുക്ക് ഗൈസ്. ഈ സോൺ ഒരു ടൂൾസൊന്നും ആയിട്ടില്ല, നയ പൈസ ഇല്ല. ഈ സോംബി മാങ്ങ ഇപ്പൊ ചാവും, ഒരൊറ്റടിക്ക് ഞാൻ ചാവും. ഈ സോംബി പ്ലാങ്ക് ആക്കിയിട്ടുണ്ട്. 4 മണം ചത്ത്. 2 മരണം. കളി തുടങ്ങില്ല. അതല്ലെങ്കിൽ അങ്ങനെയാണല്ലോ, ഒരിക്കൽ ചാവാണ്ട് പിന്നെ കളിക്കാങ്ങില്ലല്ലോ. നമുക്ക് അങ്ങോട്ടേക്ക് തന്നെ തിരിച്ചു പോവാം. ഇപ്പം കുഴിയിലോ വേൾഡ് എനിക്ക് മാത്രമാണ് ഇങ്ങനെ പ്രശ്നം, വേറെ ആൾക്കാർക്കുണ്ടോ? കളി തുടങ്ങിയില്ല, അപ്പം തന്നെ നൈറ്റായി. നൈറ്റ് അങ്ങനെ വേൾഡ് കുറച്ച് മുമ്പേ ക്രിയേറ്റ് ചെയ്തിരുന്നു, എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ടായിരിക്കും ഈ ഒരു പ്രശ്നം. നമുക്ക് ആദ്യം വുഡൊക്കെ വെട്ടി അവിടെ പോയിട്ട് ഇങ്ങനെ ബ്രിഡ്ജ് ചെയ്ത് മേലോട്ട് നിന്നിട്ട് ടൂൾസൊക്കെ ആക്കി താഴോട്ട് ഇറങ്ങാം. ശല്യമുണ്ട്, ഇവിടുന്ന് തന്നെ ടൂൾസൊക്കെ ആക്കാം. ചത്തിട്ട അതെവിടുന്ന? നല്ല ഒരു ക്രീപ്പറിന് നല്ല ക്രീപ്പർ നന്മ. പക്ഷെ എനിക്ക് ഇപ്പം തന്നെ കുറേ ബ്ലോക്സ് തന്നു ക്രീപ്പർ, സ്കെലിട്ടനും കൂടെ. പക്ഷെ എല്ലാം വഴി പോകുന്ന പണി മൊത്തം എനക്കാണല്ലോ. നമുക്ക് ആദ്യം അങ്ങോട്ടേക്ക് നടക്കാം. ഇവിടെ ഒരു നല്ല സ്പേസ് ഉണ്ട്, ഇവിടെ തന്നെ ബ്രിഡ്ജ് ചെയ്യൂ. സ്കെലിട്ടൻസ് 50 ആയിടല്ലേ? ഇവിടെ കുഴപ്പമില്ല, നമുക്ക് ടൂൾസൊക്കെ ആക്കാം. ക്രാഫ്റ്റിംഗ് ടേബിള് ഫസ്റ്റ് നമുക്ക് സ്റ്റിക്കാക്കാം. എന്നിട്ട് ഇപ്പം ഞാൻ ഈ ഒരു D-പാഡിലല്ല, ഞാൻ ഇപ്പോൾ ഈ സ്റ്റിക്കിലാണ് കളിക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെ ചെറിയൊരു പ്രശ്നമുണ്ടാവും. എൻ്റെ കഴിഞ്ഞ വേൾഡൊക്കെ കണ്ടവർക്കറിയാം, ഞാൻ കൂടുതലും D-പാഡിലാണ് കളിക്കുന്നത്. ഇത് ഞാൻ സ്റ്റിക്കാക്കി. ഞാൻ പണ്ടേ അത് കളിച്ച് ശീലിച്ചുകൊണ്ടാണ് അങ്ങനെ കളിക്കുന്നത്. വുഡിൻ്റെ ഈ 2 ടൂൾസ് മാത്രം മതി ഗൈസ്. സൂര്യൻ ഉദിക്കാനായോ? പക്ഷെ ചന്ദ്രൻ പോകുന്ന സ്പീഡൊക്കെ ആദ്യം ഇവിടെ ഈ ബ്ലോക്ക് വെട്ടിച്ചുള്ളത്. കയ്യിൽ കുറേ ബ്ലോക്ക് എടുത്ത് വെക്കാം, അത്യാവശ്യം വേണം. ക്രൗച്ച് ചെയ്ത് ക്രാഫ്റ്റിംഗ് ടേബിൾ പൊട്ടിച്ച് കയ്യിലെടുക്കാം. എന്നിട്ട് നമുക്ക് സോംബിനെയൊക്കെ കൊല്ലാം. നമുക്ക് ആദ്യം താഴെ നിൽക്കുന്ന സോംബീസിനെ റീച്ച് ആവുന്നില്ല. ഇപ്പോൾ റീച്ച് ആവുന്നുണ്ട്. ചത്ത്. ഞാൻ ചത്ത്. കുറേ ഫ്ലവർ കിട്ടി. ഫ്ലവർ കൊണ്ട് ഞാനിപ്പോൾ എന്ത് ചെയ്യാനാ? കുറച്ച് വുഡും കിട്ടി. അമ്മ ഞാനിപ്പോൾ ചാവും, ഉറപ്പ് ചാവും. നമുക്ക് ഇവിടുന്ന് ബ്രിഡ്ജ് ചെയ്യാം. ക്രീപ്പർ താഴെ. കഴിക്കാൻ ഫുഡും ഇല്ല.
ഈ ചന്ദ്രൻ്റെ എന്താ അവസ്ഥ നിൽക്കാത്ത? ഈ ഗെയിമിലെന്താ ഇത് സോഡ് പൊട്ടാറായല്ലോ? ഞാൻ ഇത്ര മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ, അതിന് മുമ്പേ സോഡ് പൊട്ടാറായി. നമുക്കിനി എന്തുണ്ടാക്കാം? ഇവിടെ തന്നെ ഇങ്ങനെ വെറുതെ എന്ന കാര്യമില്ലല്ലോ. ഓ ഗൈസ്, ആ ക്രീപ്പറൊക്കെ സ്നോയില് വീണ്. നല്ല അവസ്ഥ തന്നെ. ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. നമുക്ക് അടുത്ത എപ്പിസോഡ് കാണാം.